ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സൺഡേ ആയിട്ട് ജീവേട്ടൻ അങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ജീവേട്ടനും ചേച്ചിയും വേറെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നേക്കുവാണ്. ലൈറ്റ് കുറച്ച് കുറവാണല്ലേ, ലൈറ്റ് ഇട്ടേക്കും. അപ്പം ജീവേട്ടനും ചേച്ചി അവിടെ വന്നേക്കുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സൺഡേ ഒരു വ്ളോഗാണ്. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ്. ജിയോ ചേട്ടനാണ് കുക്ക് ചെയ്യുന്നത്. മീൻകറി ഇതൊക്കെയാണ് സെറ്റപ്പ്. സോ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഒന്ന് തട്ടിയേക്കാം. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ അതാണ് ചേച്ചി നല്ല മീൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി മീന് ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങളിവിടെ കുക്ക് പാലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങിക്കുക. അവിടെ അത്യാവശ്യം നല്ല മീനായിരിക്കും കിട്ടുക. അതിൽ കണ്ണുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും മീനിലെ കണ്ണ് ഇഷ്ടമല്ല. അപ്പം അത് എടുത്തു കളഞ്ഞ് ചേച്ചി കണ്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകി തരുന്നുണ്ട്. മത്തി ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ചേച്ചിയോടൊപ്പം നിന്നിട്ട് എന്തോ മലമറിക്കുന്ന പോലെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതല്ല. നേരെ ചേച്ചി നല്ലോണം നെയ്യുണ്ട മീനില്. ഇതില് മുട്ട ഉണ്ടായിരുന്ന മീനിന്റെ മുട്ട ഉണ്ടായിരുന്നില്ല. സോ ബാഡ്. ഉപ്പൊക്കെ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ചേച്ചി ചോറ് വെക്കാനായിട്ട് നമ്മുടെ പാലക്കാടൻ മട്ടേരി ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് വേഗം വേവത്തുള്ളൂ. അടുത്തത് കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം കറി ഉണ്ടാക്കാൻ. നമ്മുടെ ഇന്നത്തെ ചീഫ് കുക്ക് ജിയോ ചേട്ടനാണ് നമ്മുടെ ചീഫ് കുക്ക്. ചീഫ് കുക്ക് ദാ അവിടെ പരിപാടിയാണ്. അതെ, ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള സങ്കടം ഉറങ്ങിയിട്ട് അങ്ങനെ വീഡിയോ അത് വറക്കാനുള്ളതല്ല കേട്ടോ. അപ്പൊ ആദ്യം കഴിയത് വറക്കാനുള്ള മീനാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് മറ്റേ മാനേജ് അപ്പൊ വറക്കാനുള്ള മീനിന്റെ മസാല വരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇപ്പൊ കഴിക്കുന്നത്. ഇത് മീൻ എന്താ പറയാ കറിയുടെ അടുത്തത് കഴിയും. ജീവനോടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേഷ്മ ചേച്ചി ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് അവരൊന്നും ഫ്രെയിമിലിപ്പില്ലാത്തത്. ഓവർ വരയണ്ട, വരഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടി ചെറുതായിട്ട് കെട്ടി. പഴുത്ത മീനായതുകൊണ്ട് ഈ പഴുത്ത് കഴിഞ്ഞാൽ അല്ല ടേസ്റ്റിന് കുഴപ്പമൊന്നും കണ്ടില്ല. ചിലപ്പോ അത് ചൂടൊക്കെ ആയിരിക്കും. അപ്പൊ അത് കാരണം പെട്ടെന്ന് എണ്ണയിലിട്ട് വറക്കണം. മുക്കത്തില്ല, ഡീപ് ഫ്രൈ ആക്കും. ഡീപ് ഫ്രൈ, ഷാലോ ഫ്രൈ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചേട്ടൻ ജിയോ ചേട്ടന്റെ പദം മസാലയുടെ കൂട്ടുണ്ടാക്കാൻ പോവാ. കൈ വരുന്ന വെച്ച് നല്ലൊരു ഫ്ലഷിന് നല്ലൊരു ഭാഗം. അത് കുഴപ്പമില്ല. കാരണം അതെ ഈ പാത്രത്തിൽ ചില്ലും പിടിക്കണം. നെക്സ്റ്റ് ചേട്ടനാണ്ട് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അത്യാവശ്യം നല്ല രീതിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ. മുളക് പൊടി, ഉപ്പ്, സെപ്പറേറ്റ് ഒന്ന് അരിപ്പ് പോലെ ചെയ്തിട്ട് ഇത് പിടിപ്പിച്ചാൽ അപ്പൊ ആദ്യം ഇത് രണ്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പൊ തേച്ച് പിടിപ്പിക്കും. നല്ല ജസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങ
നാരങ്ങാനീര് മാത്രം ഇട്ടിട്ടാണ് അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. ഉപ്പ് പോലും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അരപ്പ് പെരട്ടുമ്പോൾ അതിലോട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ട് പെരട്ടിയാൽ മതി. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ചുമ്മാ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് നമ്മളത് എണ്ണ ഒഴിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ അകത്തിൽ ഒഴിച്ചാലും നല്ല. ഇപ്പോഴോ ഒന്ന് പെരട്ടി വെക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ഹാഫ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അരപ്പ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കണം. ചേട്ടൻ കുറച്ചും മുമ്പ് പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിലോട്ട്. വെളിച്ചെണ്ണ നല്ല കട്ടയായതുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഗൈൻ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് എന്താ പറയാ കട്ടൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉടയാതെ നോക്കണം. ഉടനെ കഴിഞ്ഞാൽ പിന്നെ പഴുത്ത മീനാകുമ്പോ ഉടയാതെ സൂക്ഷിക്കണം. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പഴുത്ത മീൻ നമ്മള് കറി വെക്കുമ്പോ കടുക് അരച്ച് ആ കറിയിൽ ചേർക്കും. കടുക് പൊട്ടിക്കുന്നതല്ലാതെ കടുക് അരച്ചിട്ട് ആ കറിയിൽ ചേർക്കുന്നത് ഈ പഴുത്ത മീൻ ഉടയാതിരിക്കുമെന്നാ പറയുന്നത്. ഞാൻ ട്രൈ നോക്കിയിട്ടില്ല, പറഞ്ഞു കേട്ടു. ഓക്കെ, അത് പുതിയൊരു ടിപ്സ് ആണ്. ആരെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏത് മീറ്റ് ആണെങ്കിലും ഫസ്റ്റ് നാരങ്ങാ നീര് ഒഴിച്ച് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്വാദം ഉണ്ടാവും. എപ്പോഴും ആദ്യമേ നാരങ്ങാ നീര് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ നോക്കി എല്ലാ മീറ്റും അങ്ങനെ ചെയ്താലും അതിനൊരു സ്വാദം. അപ്പൊ ജിയോ ചേട്ടൻ നമുക്ക് ടിപ്സ് ഒക്കെ തന്നിട്ട് ഇത്ര നേരം 2 ടിപ്സ് തന്നിട്ടുള്ള 2 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ നാരങ്ങാനീരും വെളിച്ചെണ്ണയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അരപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് മീൻകറിക്ക് വേണ്ട പരിപാടികളും നമ്മൾ സെറ്റ് ചെയ്യണം. ചേട്ടൻ അപ്പം അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി. ചേട്ടാ അവിടെ ഭയങ്കര കഞ്ചസ് അല്ലേ, നമുക്ക് ഇവിടെ ചെയ്താലോ, ഇങ്ങോട്ട് ചെയ്താലോ? മഞ്ഞപ്പൊടി ഇവിടെ അതുണ്ടാവില്ല. ഞാൻ ചുമ്മാ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പാകത്തിനും കിട്ടും. അപ്പൊ എല്ലാവരും പാകത്തിനിടുക. ചേട്ടൻ കാശ്മീരി ഏതാ നോർമൽ മുളക് പൊടി ഏതാ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. രണ്ടും കാശ്മീരി എനിക്കറിയില്ല കേട്ടോ, എരിവ് കാരണം പണ്ടാരടിക്ക് എന്റെ ആരും രണ്ടും ഇതാള് പറഞ്ഞിട്ടാവും. ഇട്ടു. നല്ല ബെസ്റ്റ് ചേച്ചി. കാശ്മീരി ഏതാ? ചേച്ചിയല്ല ചേട്ടൻ. അല്ല, ഞാൻ നിയോട് സെറ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. കുരുമുളകുണ്ടോ? കുരുമുളകില്ലേ, കുരുമുളക് പൊടി ഇവിടെ ഇവിടെ ഉണ്ട്. നല്ലോണം തന്നെ നല്ല വെള്ളം കുരുമുളക് പൊടി. ഇടുക്കി ഗോൾഡ്. ഏത് പൊടി കൈ തരുന്നത് വഴക്കുണ്ടോ? ആണോ? നിങ്ങളൊരു പൊടിയടിയല്ലേ? ഓ അതിനെ പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കും. വീട് മാറുന്നത് അത് വീട് മാറുന്നതുകൊണ്ട് നമ്മള് ഫുള്ളായിട്ട് സാധനങ്ങളൊന്നും പൊട്ടിക്കാതെ വെച്ചേക്കാണ്. വീട് മാറി കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ടാ. അപ്പൊ ഞാൻ സത്യം ഞാൻ തുറന്നു പറയട്ടെ, വെളിച്ചെണ്ണ അപ്പുറത്തെ വീട്ടിൽ കട വാങ്ങിച്ചാണ്. അതെ, ഇവിടെയാണ് വാങ്ങിച്ചത്. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ സൈഡിൽ അങ്ങ് ഇട്ടേക്കാം. അത് എടുത്ത് വെച്ചിട്ടുണ്ടേ. കല്ലുപ്പ് ഇഷ്ടം പോലെ പൊടിച്ചേർത്തേ.
അപ്പോൾ ചേട്ടൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്ററിന് കുറച്ച് വെള്ളം എടുക്കും, നല്ല വെള്ളം അതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ അത് പേസ്റ്റ് രൂപത്തില് ഇനി ആവശ്യമില്ല. നമ്മള് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കാം. കാര്യം മീനിൽ ഓൾറെഡി വെള്ളം അധികം അതായത് ഇതാവാത്തുണ്ട്, ട്രെയിനാവാത്തുണ്ട്. മസാലയ്ക്കകത്ത് ഇടുമ്പോ അത് ശ്രദ്ധിച്ചു വേണ്ടത്. അപ്പൊ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയാൽ മതി. ഞാൻ ചേച്ചിന് എല്ലാ ഇതിന്റെ ഇടയ്ക്ക് അവിടെ അതൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നൈസായിട്ട് ഒരാൾ ഇവിടെയുള്ള സ്നാക്സ് ഒക്കെ അടിച്ചു മാറ്റി തിന്നുകൊണ്ടിരിക്കണം. ജസ്റ്റ് നമ്മൾ ആദ്യം നാരങ്ങനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് വെച്ചതിലോട്ട് ഈ അരപ്പങ്ക് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, മീന് മൊത്തത്തിൽ എല്ലാം ഒന്ന് പിടിപ്പിച്ചിട്ട് ഓരോ മീനും എടുത്ത് അതിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ നല്ലപോലെ പരത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ട്, ഇപ്പൊ അകത്തൊന്നും മസാല ആയില്ലെങ്കിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നേരെ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ, കൂടുതൽ വെച്ചാൽ അത്രയും നല്ലപോലെ പിടിക്കും. നല്ലപോലെ അതിനകത്ത് മസാലയൊക്കെ പിടിക്കും. എന്നിട്ട് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഒന്നെങ്കിൽ ഫ്രീസറിൽ കയറ്റണമെന്നില്ല, മറ്റേ ചിൽട്രേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, അതിനകത്തോട്ട് ഇട്ടാൽ അപ്പൊ അതിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ കയറ്റണമെന്നില്ല. നമ്മൾ ഉടനെ വറക്കാനാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഐസ് പോലെ ആവും. അത് ഐസ് പോലെ ആക്കേണ്ട ആവശ്യമില്ല, വീണ്ടും ഡീഫ്രോസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നല്ലേ, അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽ ട്രേയിൽ വെക്കുക. ചിൽ ട്രേയിൽ വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നേരെ പാനിൽ വറക്കാനിടുക. സെറ്റ്. അപ്പോൾ നമ്മൾ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ല രീതിക്ക് എല്ലാ സ്ഥലത്തും ആ മസാല പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ചേട്ടൻ എല്ലാം അങ്ങനെ മസാല പിടിപ്പിച്ച് ഓരോ സൈഡിൽ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഇത് കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. അതിനെ നിരത്തി വെക്കണം, കൂട്ടം കൂടി വെക്കരുത്. അതിനെ എപ്പോഴും പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതുപോലെ ചേട്ടൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സൈഡിൽ എല്ലാം നോക്കിയിട്ട് ഇപ്പൊ സ്പ്രെഡ് ചെയ്ത് വെക്കണം. അപ്പൊ മേലെ മേലെ വെച്ചേക്കുന്നത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഫ്രീസറിൽ മിനിമം 1 മണിക്കൂർ വെക്കാനാണ് ചേട്ടനൊക്കെ പറയുന്നത്. അപ്പൊ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളത് എടുക്കുക, എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യുക. മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ നല്ലത്. ടേസ്റ്റിന് എപ്പോഴും വെളിച്ചെണ്ണ ആണ് നല്ലത്. പിന്നെ വറക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില വെതറിയിടുക. വറക്കുന്ന സമയത്ത് കേട്ടോ കറിവേപ്പില, പിന്നെ 2ആയിട്ട് കീറിയ മറ്റേ വെളുത്തുള്ളിയൊക്കെ വറക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ല സ്വാദ് കിട്ടും മീനിന്. അപ്പൊ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ ഫ്രൈ ചെയ്ത കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാം. അതിന് നല്ല രുചി ഉണ്ടാവും, സ്വാദുണ്ടാവും. മാത്രമല്ല കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നതിന് ആരോഗ്യത്തിന് നല്ലതുമാണ്. നമ്മൾ മിക്കവാറും കറികളിലൊക്കെ ഉള്ള കറിവേപ്പില എടുത്ത് മാറ്റി വെക്കാറാണല്ലോ പതിവ്. പക്ഷെ അത് കഴിക്കണം. കറിവേപ്പില എപ്പോഴും ശരീരത്തിലെ ടോക്സിൻസ് അബ്സോർബ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഞാൻ കേട്ടുള്ള അറിവാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഞാൻ മാക്സിമം കറിവേപ്പില കൂട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് കറിവേപ്പില എപ്പോഴും കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതാ മീനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ചേട്ടൻ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഫ്രീസറിൽ കയറ്റി വെക്കാൻ പോവാണ്. ഇനി അടുത്ത് നമ്മൾ മീൻകറിയുടെ പരിപാടിയിലോട്ട് കിടക്കും. അത് മുളകിട്ട മീൻകറി അല്ല, മുളകിട്ട് കൊടമ്പുളി ഇട്ട് മുളകിട്ട മീൻകറി. മുളകിട്ട മീൻകറി കൊടമ്പുളി ഒക്കെ ഇട്ട് കോട്ടയം സ്റ്റൈൽ മീൻകറി. അതാണ് എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മീൻ ഫ്രൈനുള്ള പരിപാടി സെറ്റ് ആയി കഴിഞ്ഞു. ഇനി മീൻകറിയുടെ പരിപാടിയാണ്. അപ്പൊ ഇന്ന് നോർമലി വീക്കെൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കുക. എന്നാണ് ഞങ്ങൾ നോർമലി ചെയ്യാറ് അല്ലേട്ടാ? യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങളുടെ പ്രധാന പരിപാടി ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് വീക്കെൻഡ് വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കുക്കിംഗ്, നമ്മുടെ മെയിൻ പരിപാടി എണീക്കുക, വായിച്ചിരിക്കുക, ദെൻ ഫുഡ് അടിക്കുക, ഇത്രയേ ഉള്ളൂ. തന്നെ ഓൾമോസ്റ്റ് 3:30 ആണ് കുക്ക് ചെയ്യുന്നത്. കാര്യം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചത് ഓൾമോസ്റ്റ് ഒരു 1 o'clock എണീറ്റത് 12 മണിക്കൊക്കെയാണ്. കാപ്പി പിടിച്ചത് 12:30. അപ്പൊ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടും, നൈറ്റ് ഫുള്ളും ശനിയാഴ്ച രാത്രി മൊത്തം ഇങ്ങനെ സംസാരിച്ചിരിക്കും. സൺഡേ നമ്മള് കുക്കൊക്കെ ഒന്നിച്ചിങ്ങനെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടാകുമ്പോൾ വീട്ടിലോട്ട് പോകും. സോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമ്മളത് മീന് വറുക്കാനുള്ള മീനെ നൈസായിട്ട് എടുത്ത് ഫ്രീസറിൽ കയറ്റുവാണ്, ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുകയാണ്.
കത്തിക്കുക. ചട്ടി നല്ല ചൂടാവണം. ചൂടായതിനു ശേഷം അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായതിനകത്തോട്ട് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടാവുക. ചൂടായതിനു ശേഷം ആ വെളിച്ചെണ്ണ ഒന്ന് പിടിക്കാൻ വേണ്ടി തോന്നുന്നു. നല്ല ചൂട്. ചട്ടി പിടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് തീ മനുഷ്യ കൈയൊന്നും പൊള്ളില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചൂടായില്ലേ? ചൂട് ചിന്ന വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ചൂട് മെയിൻറ്റെയിൻ ചെയ്യാം. ആദ്യമേ മീൻ കറിക്ക് എന്താ, നമുക്ക് ഉലുവ ഇടണം. കുറച്ച് ഉലുവ ഇടുക. കണ്ടോ, പ്രത്യേകം കരിയാൻ നോക്കുക. മാക്സിമം പിന്നേല് തന്നെ ഇടുക. അതാ ഞാൻ ഈ ചോദിച്ചത്. ശരി, അതല്ല, ഇത് മതി, ഫോൺ മതി, കുഴപ്പമില്ല. ഇത് മൂത്തിട്ടുണ്ട്. ഇതൊന്നും എവിടെയാ വെക്കുന്നത്? ഇത് വെക്കാൻ സ്ഥലമില്ല. അതിന്റെ അത് വേണം ഇപ്പം. ഉപ്പ് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടണം. വേറെ മഞ്ഞപ്പൊടി ആ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി. ഇതിപ്പോ മുളക് പൊടി അവള് പറഞ്ഞ കാശ്മീരി ആണോ എരിവുള്ളതാണോ എന്ന് അറിയാൻ പറ്റാത്തത് ഞാൻ രണ്ടും ഇടുന്നുണ്ട്. കണ്ടിട്ട് ഒരേ കളർ, രണ്ടും കാശ്മീരി ആണ്. മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ സിമ്മയിൽ ഇട്ടിട്ട് മസാല നല്ലോണം മൂപ്പിച്ചതിന് ശേഷം മൂത്ത് വരുമ്പോ തന്നെ നമ്മള് പുളിവെള്ളം കുറച്ചൊഴിക്കുക. അതൊന്ന് കുറുകുന്ന രീതിയിൽ നല്ലപോലെ പുളിവെള്ളം ഒന്ന് ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിക്കുക. പുളിയുടെ കഷ്ണം ചേർത്തിട്ടില്ല. ഇനി നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് നല്ലപോലെ തിള വരുമ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ആവശ്യമുള്ള പൊടികളൊക്കെ ഇടുക. അല്ല, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടുക. പൊടികൾ ഇത് മതി എന്നാണ് എന്റെ ഒരു നിഗമനം. ഇതിലോട്ട് നമ്മൾ ഇനി എന്തെങ്കിലും അടിയല്ല, ഇനിയൊന്നുമില്ല. ഇനി മീൻ തിളച്ച് കഴിയുമ്പോൾ ആ പുളി ഇടും. എന്നിട്ട് നമ്മൾ നേരെ മീനും ഇട്ടിട്ട് തിളപ്പിച്ച് വെന്ത് കഴിയുമ്പം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പില അതിന്റെ മേലോട്ട് ഇടുക. ഒരു അടപ്പ് വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ഒഴിക്കണം. അത്രേ ഉള്ളൂ സംഭവം. കല്ലുപ്പിടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് കൂടാണ്ട് നോക്കണം. പൊടിയപ്പിന്റെ വ്യത്യാസം. ഇത്രയും മത്തിയുള്ള നമുക്ക് കുറച്ച് ഗ്രേവി വെക്കുന്ന പോലെ വെക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് അത് കുറച്ച് വറ്റിക്കണം. വറ്റിച്ചാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് തിളക്കിട്ടാൽ വെയിറ്റ് ചെയ്യാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. പുളി കൂടുതലുണ്ടോ? അല്ലെ ഈ ഇട്ടിരിക്കുന്ന മുകളിലിടണോന്ന്? പുളി മൊത്തം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി ഇടുക. പുളിയിട്ട് ഒരു 1 മിനിറ്റ് കഴിയുമ്പം മീനോട് ഇടുക. എന്നിട്ട് മീൻ വെന്ത് കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിയും. എളുപ്പമാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ. ഇത് ഇരുന്നോളും. ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കുക, തിളപ്പിച്ച് വെക്കുക. അത് ആ ചാറ് പറ്റി അവസാനം വരുന്നതിന് നല്ല രുചിയായിരിക്കും. 30 സെക്കൻഡോ? ഓക്കെ, അത് തിളച്ചു തുടങ്ങുമ്പോൾ ഈ പുളി അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, വലിയ കുടമ്പുഴയാണെന്ന് കീറി ഇടുക. അത്രേ ഉള്ളൂ. മുക്കി ഇടുക. ഇത് കണ്ടോ, അതുപോലെ നല്ല തിള വരുമ്പോൾ ഇടുക.
ഇനി സ്പൂൺ ഇട്ട് ഒരിക്കലും ഇളക്കരുത് മീൻകറി എപ്പോൾ ഇളക്കിയാലും ഒരു തുണി വേണം. ആ ടിഷ്യൂ എടുത്തിട. കാരണവശാലും നമ്മള് തവിയിട്ട് മീൻകറി ഇളക്കരുത്. ഇളക്കിയാൽ ഇതൊക്കെ ഉടഞ്ഞു പോകും. ഫിഷിന്റെ ഫ്ലഷ് അറിയാലോ, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. സോ നമ്മൾ ചട്ടിയെടുത്ത് ചുറ്റിക്കുക മാത്രം ചെയ്യുക. എന്തിന് നമ്മൾ ചുറ്റിക്കണം? നമ്മള് ഈ മീനിന്റെ എല്ലാ ഭാഗത്തും ആ ചാറ് തിരിച്ചിട്ട് അത് അതിൽ നല്ലപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തില് സെറ്റ് ചെയ്യുക. അയ്യോ, എന്റെ ടിഷ്യൂ തീ പിടിച്ചു. അല്ല, ഇതൊരു എന്തായാലും ഒരു ഇന്ന് പിടിച്ച് ചാറ് പറ്റണമല്ലോ. എന്തായാലും ഒരു 30 മിനിറ്റ് അല്ല 20 to 30 മിനിറ്റ്സ് വെക്കണം. നമ്മൾ ആ ചാറ് പറ്റുന്നതിനനുസരിച്ച്. യെസ്, മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സിമ്മയിലാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു അടപ്പ് വെളിച്ചെണ്ണ അതിന്റെ മേലോട്ട് ഒഴിച്ചിട്ട് ഒരു 2 കറിവേപ്പില ഒന്ന് കീറിയിട്ട് കറിവേപ്പില ഒന്ന് പിച്ചിട്ടാണ് നമ്മൾ അതിനകത്തിട്ട് വെതറിടുക. എന്നിട്ട് അടച്ചു വെക്കുക. മീൻകറി റെഡി. കോഴിച്ചോണ്ട് അടിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, ഫുഡൊക്കെ റെഡിയായി. നമ്മൾ മീൻ കറിയും റെഡിയായി കഴിഞ്ഞു. നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കണം. പൊന്നപ്പനാണ് മീൻ വറുക്കുന്നത്. ചേട്ടൻ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ച സാധനം കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻ വറുത്ത് കഴിഞ്ഞാൽ ചോറൊക്കെ റെഡി ആയിരിക്കുവാണ്. ചോറും കൂട്ടി ഒരു പിടി പിടിക്കണം. സമയം വൈകിട്ടായി, അത് പ്രസക്തിയില്ല. നമ്മൾ എപ്പോഴും വീക്കെൻഡിൽ കഴിക്കുന്ന ഈ ഒരു സമയത്താണ്. ഇപ്പൊ ഇവിടെ പൊന്നിപ്പം മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ നന്നായിട്ട് കാണാൻ. വറുത്ത് കഴിഞ്ഞിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്ത സാധനവും നല്ല അടിപൊളി കോട്ടയം സ്റ്റൈല് മീൻകറിയും പിന്നെ കുറച്ച് ചോറും കൂട്ടി ഒരു പിടിയുണ്ട്. പിന്നെ അടുത്തതാണ് പരിപാടി. നമ്മൾ മീൻ ഇപ്പൊ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വറുത്ത് ഒന്ന് വരാൻ വേണ്ടി, ആ മുരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോറ്, മോര്, സാമ്പാറ്. അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ ഫുഡ്? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് ടാറ്റാ ബൈ ബൈ. അപ്പൊ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.